ിൽ വ്യാപൃതനായിപ്പോയി. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ 146 ബൈബിൾ ക്ലാസ് ആണ് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ തയ്യാർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ വെളിപ്പാട് പുസ്തകം ക്രമീകൃത പഠനം, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻസ് എന്നുള്ള വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനുമായിട്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ തയ്യാറെടുത്തിരിക്കുന്നത്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ലൈവിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയമുള്ളവരെയും അതുപോലെ തന്നെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ബൈബിൾ ക്ലാസ് ശ്രവിക്കുവാൻ എടുത്തിരിക്കുന്ന ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഇതേ സമയത്ത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം പ്രാർത്ഥിച്ച് ആരംഭിക്കുകയുണ്ടായത്. അനേകർ പിന്നീടും ആ ബൈബിൾ ക്ലാസ്സുകൾ കാണുവാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും ഇടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സാധാരണ ഇതുവരെ നമ്മൾ കേട്ട രീതിയിലുള്ള ഒരു പഠനമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തമായും കൃത്യമായിട്ടും ക്രമീകൃതമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമുക്ക് ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ഇതിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ യൂട്യൂബ് ലൈവിൽ എല്ലാവർക്കും ജോയിൻ ചെയ്ത് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയിൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കണം. ഈ പഠനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് മുൻപോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ അത് സാധിക്കും. ഞാൻ ഒരാളിരുന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഒരു ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ തിരികെ ഇൻ്ററാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്ററാക്റ്റീവ് സെഷൻസ് ആണ് ബൈബിൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അല്ല ഒരാളിരുന്ന് പ്രസംഗിക്കുന്നതല്ല ബൈബിൾ ക്ലാസ്, അത് പ്രസംഗമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ ക്ലാസ്സുകളുമായിട്ട് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി പഠിച്ചത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ക്രമീകൃത പഠനമെന്ന് പറയുമ്പോൾ ഒരു പുസ്തകം നമ്മൾ ക്രമമായി പഠിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ആ പുസ്തകത്തെക്കുറിച്ച് പഠിക്കണം. പിന്നീട് പുസ്തകത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പുസ്തകം തുറന്ന് അത് വായിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പഠിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അതിലൊരു വ്യക്തത വരികയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യായം, ഇപ്പോൾ ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ, അതിൻ്റെ തുടക്കം എവിടെയാണ്? പത്മോസിലെ ദ്വീപിൽ ആയിരിക്കുന്ന ദൈവദാസന് ആത്മവിവശതയുണ്ടായിട്ട് യേശു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് വെളിപ്പാടുകൾ ദർശിപ്പിക്കുകയാണ്. അത് അദ്ദേഹം ഓർത്തു വയ്ക്കുകയാണ്. അദ്ദേഹം പിൽക്കാലത്ത് അത് എഴുതുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തെക്കുറിച്ച്, ആരാണ് ഇത് എഴുതിയത്, ആ ഒരു കാര്യത്തിൽ നമ്മൾ വ്യക്തത വരുത്തി. പിന്നെ നമ്മൾ മുൻപോട്ട് വന്നപ്പോൾ ഇത് വിശുദ്ധ ബൈബിളിൽ ചേർക്കുവാനായിട്ട് ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം AD 700-ലാണ് എല്ലാ വേദപുസ്തക തർജ്ജമകളിലും ഈ പുസ്തകം ചേർക്കുവാനിടയായത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിന് ഇതിന് മാത്രം എതിർപ്പുണ്ടായത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതുപോലെ തന്നെ ഇതിലെ ഭാഷാ ശൈലികളെക്കുറിച്ച് ചിന്തിച്ചു. ഏകദേശം 6ഓളം വിവിധങ്ങളായ ഭാഷാ ശൈലികൾ ഉപയോഗപ്പെടുത്തി എഴുതപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകം. അങ്ങനെ വരുമ്പോൾ ആ ഭാഷാ ശൈലികളും കൂടെ ഏകദേശം ഒരു ജ്ഞാനം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ പറയും ഒന്നും മനസ്സിലായില്ല എന്ന് പറയും. അങ്ങനെ ആകരുത്. നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതിനുശേഷം നമ്മൾ പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ എങ്ങനെയാണ് നമ്മളത് വിഭജിക്കുന്നത്. ഈ പുസ്തകത്തെ നമ്മൾക്ക് വിഭജിച്ച് പഠിക്കുവാനായിട്ട് അതിൽ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ 7 പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഷാ ശൈലികളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം അതാണ് അതിൻ്റെ ഏറ്റവും കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് കർത്താവിൽ ആശ്രയിച്ചാവുന്ന വിധത്തിൽ ഭാഷാ ശൈലികളെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കാം. അത് ഒരുപക്ഷെ ഇന്ന് മുഴുവിപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മളാലാവുന്ന വിധത്തിൽ
ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾക്ക് വായിച്ച് അത് സാവധാനം ഗ്രഹിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കുന്നപ്പാ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ഒരു നിധിയായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാ ദൈവമേ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിരിക്കയാൽ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറന്നിരിക്കയാൽ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പുസ്തകം പഠിക്കുവാൻ, ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അനേകർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മൾ ഈ പഠന പരമ്പരയുടെ ആധാര വാക്യങ്ങളായി എടുത്തിരിക്കുന്നത് 2 വചനഭാഗങ്ങളാണ്. ആ വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ അവരുടെ വേദപുസ്തകം അടുത്തുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് തുറന്ന് വായിക്കാം. ഒന്നാമത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ്. ഞാനത് വായിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം നമ്മൾ ആധാരവാക്യം ഭാഗമായി വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. കുതിരപ്പുറത്ത് ഇരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഈ ക്ലാസ്സുകൾ ആരംഭിച്ച കഴിഞ്ഞ ക്ലാസ് ശ്രവിച്ച ഇതേക്കുറിച്ച് അറിഞ്ഞ ഒരു മാന്യദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, ആ കള്ളപ്രവാചകന്റെ പേരെന്ത്? പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഈ ബൈബിൾ ക്ലാസ് നമ്മൾ നടത്തുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. വേദപുസ്തകം എന്ത് നമ്മെ പഠിപ്പിക്കുന്നോ അതിനപ്പുറത്തോ ഇപ്പുറത്തോ നമ്മുടെ ബോധ്യങ്ങളോ നമ്മുടെ വിചാരങ്ങളോ അല്ല നാം പഠിക്കേണ്ടത്. കള്ളപ്രവാചകൻ ആര് എന്ന്, ഇന്ന് കള്ളപ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ കള്ളപ്രവാചകൻ വന്നു പോയോ, ഇനിയും വരുവാനിരിക്കുന്നവൻ ആരായിരിക്കാം, ആളിൻ്റെ പേര്, ഇതൊന്നും വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദയവ് ചെയ്ത് ഇത്തരം ചതികളിൽ പെട്ടു പോകരുത്. ചിലർ അദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്ന കള്ളപ്രവാചകൻ ആരാണെന്ന്. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് പറയും, താങ്കൾ പറഞ്ഞാട്ടെ ആരാണ്, പേര് പറഞ്ഞാട്ടെ. അതിന് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന് അറിയാം ആരാണ്, ആ വ്യക്തിയുടെ പേര് അറിയാമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വഞ്ചനകളിൽ ദയവ് നിങ്ങൾ പെട്ടുപോകരുത്. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് വെളിപ്പെടുത്താത്ത ഒരു കാര്യവും നമ്മൾ ആധികാരികമായിട്ട് എടുക്കരുത്. നമുക്ക് അറിവിന് വേണ്ടി ധാരാളം വായിക്കാം, ധാരാളം ഉദാഹരണത്തിന് അപ്പോക്രിഫ പുസ്തകങ്ങളൊക്കെയാണ്, നമുക്ക് അറിവിന് വേണ്ടി വായിക്കാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരമായിട്ട് സ്വീകരിക്കരുത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, പുസ്തകത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ ആരെന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചു. കാരണം അതേക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ടായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ അല്ല ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ. അത് ഏഷ്യ മൈനറിൽ വസിച്ചിരുന്ന പ്രവാചകനായിരുന്ന ഒരു ആദിമ ക്രിസ്ത്യാനിയായിരുന്ന യോഹന്നാൻ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു എന്നൊക്കെ നമ്മൾ പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം ഇതേക്കുറിച്ച് എന്ത് സാക്ഷ്യപ്പെടുത്തുന്നെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. അങ്ങനെ അത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. അതിനുശേഷമാണ് നമ്മളതിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. പിന്നെ എഴുതപ്പെട്ട കാലഘട്ടം നമ്മൾ AD 96, 95, 96 എഴുതപ്പെട്ടത്. എഴുതുവാനുള്ള ഈ പുസ്തകത്തിൻ്റെ എഴുതുവാനുള്ള കാരണവും ഈ പുസ്തകം എഴുതാനുള്ള ഉദ്ദേശവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനിരിക്കുന്നതായ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലികൾ
the styles of language, the linguistic styles used in writing the book of Revelation. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതുവാനായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായ ഭാഷാ ശൈലികൾ വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ ഘടനയൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നമ്മൾ പഠനത്തിന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മളത് ഏകദേശം മനസ്സിലാക്കി. ഇനിയും ഈ ഭാഷാശൈലികൾ ഏതൊക്കെയെന്ന് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ ഏകദേശം 6 ഭാഷാശൈലികളെക്കുറിച്ച് ഞാൻ പ്രസ്താവിക്കുകയുണ്ട്. അതിൽ ഓരോന്ന് പറയുമ്പോൾ അത് ഒന്നാമത് കത്തെഴുത്ത് ഭാഷ അഥവാ എപ്പിസ്റ്റലറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. അടുത്തതായിട്ട് പ്രവചന ഭാഷ, പ്രോഫറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഓർ ദ സ്റ്റൈൽ ഓഫ് പ്രോഫറ്റ്സ്, ഹൗ ദേ പ്രൊഫസൈസ്, അവരെങ്ങനെയാണ് ഏത് രീതിയിലാണ് അവർ പ്രവചിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ശൈലി. അടുത്തതായിട്ട് അലങ്കാരിക ഭാഷ, ഫിഗുറേറ്റീവ് ലാംഗ്വേജ്, അതുപോലെ ഉപമ, ഉൽപ്രേക്ഷ, രൂപകം, ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ അറിയാമല്ലോ നമ്മളുടെ മലയാള കാവ്യത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ കാവ്യ ഭംഗിക്ക് വേണ്ടി, എഴുത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അലങ്കാര ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി അടയാള ഭാഷ അഥവാ സൈൻ ലാംഗ്വേജ്, ചില അടയാളങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട്. അത് അതുപോലെ ഉദാഹരണത്തിന് 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു അടയാളം കാണായി. അപ്പോൾ അതിനെ അതുപോലെ എടുത്ത് അതിനെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ വേളാങ്കണ്ണി മാതാവെന്ന ഒരു പ്രതിമയുള്ളത്. ഒന്ന് ഓർത്ത് നോക്കിയേ. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. അപ്പോൾ അതൊരു അടയാളമാണ്. അതൊരു വ്യക്തമായ ഒരു ലിറ്ററൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതുപോലെ എടുക്കേണ്ടതല്ല. അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അടയാളം റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതൊരു അടയാളവും റെപ്രസെന്റ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്കറിയാം ചിഹ്നങ്ങളും അടയാളങ്ങളും യോജിച്ചു വരുന്ന കാര്യം കേട്ടോ. ചിഹ്നങ്ങളും അടയാളങ്ങളും, ഉദാഹരണത്തിന് ഒരു ട്രാഫിക് സൈൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ട്രാഫിക് സൈൻ ഒരു പക്ഷേ ഒരു ടി ആയിരിക്കാം. നമ്മൾ വഴിയിൽ കാണുമ്പോൾ അത് ടി ആണ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി ആണ് എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാകുമോ? അതിൻ്റെ അർത്ഥം എന്താണ്? താങ്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഒരിടത്ത് അവസാനിക്കുകയാണ്, മുൻപിലുള്ളത് വേറൊരു റോഡാണ്, താങ്കൾ വേറൊരു റോഡിലേക്ക് കയറുകയാണ്. ഓർത്ത് നോക്കിയേ, ഇതാണ് ഈ അടയാള ഭാഷ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാച്യാർത്ഥത്തിലെടുക്കാതെ അതേക്കുറിച്ച് പഠിച്ച് അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അടയാള ഭാഷ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ 12-ാം അധ്യായത്തിലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഏതോ ചിത്രകാരൻ അത് വരച്ചു, വേറൊരു ശില്പി അതിനൊരു ശില്പമാക്കി, ഇന്ന് ലോകം മുഴുവൻ അത് യേശുവിൻ്റെ അമ്മയാന്ന് പറഞ്ഞ് മനുഷ്യർ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വലിയ തെറ്റിലേക്ക് നമ്മൾ ചെന്ന് ചാടും. സ്തോത്രം. ഞാൻ അതേക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം അത് വേറൊരു വിഷയമാണ്, നമ്മുടെ ഇതുമായി ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ പഠിക്കുന്ന തയ്യാറാക്കപ്പെട്ട ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് നിൽക്കാം. അടുത്തതായിട്ട് ചിഹ്നഭാഷ അഥവാ സിംബോളിക് ലാംഗ്വേജ്, സിംബൽസ് ഉപയോഗിക്കും. സിംബൽ ഈ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ 12-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ് ആണ്. അതിനകത്ത് ചില ചിഹ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷാശൈലികളൊക്കെ ഓരോന്നെടുത്ത് അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം അത് ബോധ്യമാകുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ആദ്യമേ കേൾക്കുമ്പോൾ നമുക്കൊന്നും അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ക്ഷമയോടെ ഇരുന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ സാധിക്കും. അടുത്തതാണ് ഞാൻ ഉൾപ്പെടുത്തിയ ഒരു ഭാഷാശൈലി എന്ന് പറയുന്നത് എപ്പിഫനിക് ലാംഗ്വേജ് അഥവാ ദർശനം. നമ്മൾക്കറിയാം പ്രവാചകന്മാരെ വേദപുസ്തകത്തിൽ പലപ്പോഴും വിളിച്ചിരിക്കുന്നത് ദർശകന്മാർ എന്നാണ്, ദർശനം കാണുന്നവർ. ഞാൻ പ്രവചനം എന്ന വിഷയത്തെക്കുറിച്ചൊരു യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുത്തപ്പോൾ പ്രത്യേകം പറയുകയുണ്ടായി. പ്രവചനം എന്ന് നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ ഒറ്റ വാക്കാണ്, പക്ഷേ അത് ഹെബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ 3 ആണ് പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ പ്രേരിതരായി സംസാരിക്കുക, ദൈവാത്മാവിൽ പ്രേരിതരായി തന്നെ ഉള്ളിൽ ഉയർന്നു വരുന്ന ചിന്തകളെ, അവരുടെ സ്വയം ചിന്തകളാണ്, അതിനെ പറയുക. അപ്പോൾ തന്നെ അവർ ദർശനങ്ങൾ കാണുക, കാണുന്ന ദർശീയർ എന്ന് പറഞ്ഞ റാ എന്ന ഒരു ഹീബ്രു പദം അവിടെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പ്രവചനത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രവാചകന്മാർ പലരും കാണുന്നതാണ് എഴുതുന്നത്. അപ്പോൾ അവരുടെ ആ കാണുന്നത് കാഴ്ചകൾ അതുപോലെ എഴുതുമ്പോൾ ആ ശൈലിയെ പറയുന്നത് ദർശന ഭാഷാ ശൈലി എന്ന്.
അവർ കണ്ട ദർശനങ്ങൾ അതുപോലെ എഴുതുക. നമ്മൾ അതുപോലെ വായിച്ച് അതാണിതെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ വലിയ പ്രയാസമാണ്. ഓരോ ദർശനത്തിനും പിന്നിൽ, കാരണം ദർശനങ്ങൾ കാണുന്നത് അടയാളങ്ങളായിട്ടും ചിഹ്നങ്ങളുമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൂടെ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ഭാഷാ ശൈലിയെക്കുറിച്ച് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് കമന്റ് ചെയ്യണം. കാരണം അനേകർക്ക് അത് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ അത് ഉൾക്കൊള്ളുവാനും സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഭാഷാപരമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ, ഭാഷാശാസ്ത്രമുണ്ടല്ലോ, ലിംഗ്വിസ്റ്റിക് എന്ന് പറയും. അപ്പോൾ ആ ഭാഷാശാസ്ത്ര പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പങ്കുവയ്ക്കണം. നമ്മൾക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തി വരുന്ന ക്ലാസ്സുകളിൽ അതേക്കുറിച്ച് വിശദീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അന്യോന്യം അറിവുകൾ, ജ്ഞാനം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ മുൻപോട്ട് പോകാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏകദേശം 6 ഭാഷാശൈലികളാണ് എനിക്ക് വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത്. ഇനിയും ഒന്നാമതായിട്ട് നമുക്ക് എടുക്കാം കത്തെഴുത്ത് ഭാഷാശൈലി, അല്ലെങ്കിൽ അതിനെ ഇംഗ്ലീഷിലെ എപ്പിസ്റ്ററി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. എപ്പിസ്റ്റലറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. കത്തെഴുതുക. നമ്മൾ കത്തെഴുതുമ്പോൾ അതിൽ അടയാളങ്ങളോ അലങ്കാരങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചിഹ്നങ്ങളോ ദർശനങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ എന്താ എഴുതുന്നത്? ഞാൻ എഴുതുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ എന്തുദ്ദേശിച്ചോ അത് അതുപോലെ കേൾവിക്കാരന് മനസ്സിലാകണം. ഇതാണ് എപ്പിസ്റ്റലറി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിനും എൻ്റെ മാതാവിനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എഴുത്തെഴുതുമ്പോൾ അവരെഴുത്ത് വായിച്ചിട്ട് അന്തം വിട്ട് നിൽക്കരുത്. അവർ വായിച്ച കാര്യം എനിക്ക് എന്ത് അവരോട് പറയുവാനുണ്ടായിരുന്നോ അത് അതുപോലെ അവർ മനസ്സിലാക്കണം. അതിന് വ്യാഖ്യാനമോ വിശദീകരണമോ ഒന്നും ആവശ്യമില്ല. ഇതാണ് കത്തെഴുത്ത് ശൈലി എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം 60-70% എപ്പിസ്റ്റലറി ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, കത്തെഴുതുന്നത് പോലെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വായിച്ച്, പ്രധാനമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ, ദിനവൃത്താന്തം, രാജാക്കന്മാരുടെ പുസ്തകം, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, ഇതൊക്കെ കത്തെഴുത്ത് ശൈലിയിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് വായിക്കുന്നവർക്ക് അത് ക്രമമായി വായിച്ച് മനസ്സിലാക്കാം. ആരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആരുടെ അടുത്ത് വ്യാഖ്യാനത്തിന് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രവചന പുസ്തകങ്ങൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പ്രവചന പുസ്തകങ്ങൾ പ്രവചന ഭാഷയിലും ചിഹ്ന ഭാഷയിലും അടയാള ഭാഷയിലുമാണ്. നമുക്കറിയാമല്ലോ, തേരിലിരുന്ന ഷണ്ണൻ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഫിലിപ്പോസിനേക്ക് അവിടേക്ക് അയച്ച് അവിടെ ചെന്നത് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ഷണ്ണൻ പറയുന്നത്, ദാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തരുതോ എന്ന് പറയുന്നു. ഓർത്ത് നോക്കി. അപ്പോൾ അത് വേറൊരു ശൈലിയാണ്, എഴുത്ത് ശൈലിയാണ്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്നാൽ കത്തെഴുത്ത് ശൈലി അങ്ങനെ അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നത് കത്തെഴുത്ത് ശൈലിയില്ല. അതിനകത്ത് വലിയ അടയാളങ്ങളോ ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കത് വായിച്ചങ്ങ് മനസ്സിലാക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒത്തിരി സമൂഹ മാധ്യമത്തിൽ ധാരാളം കഴിഞ്ഞ 10 വർഷമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പൂർണ്ണമായത് എന്നുള്ള ആ വിഷയം. അപ്പോൾ അപ്പോസ്തലൻ പൂർണ്ണമായത് എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 13:10 പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നിൽക്കും എന്നുള്ളത് അത് കത്തെഴുത്ത് ശൈലി എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് പൗലോസ് അപ്പോസ്തലൻ അത് എഴുതി ഈ കത്ത് കോരിന്ത്യ സഭയ്ക്ക് അയച്ചപ്പോൾ കോരിന്ത്യ സഭയിൽ അത് വായിച്ചവർക്ക് മനസ്സിലായി അപ്പോസ്തലൻ ഉപയോഗിച്ച ആ പൂർണ്ണമായത് എന്താണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. നമുക്കിന്നാണ് മനസ്സിലാകാത്തത്. അവർക്കത് വ്യക്തമായി മനസ്സിലാക്കി. അത് എപ്പിസ്റ്റലറി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാകാത്തവരും കുറച്ച് എന്താ പറയുന്നത് വഞ്ചനയുടെയൊക്കെ ആത്മാവ് പ്രാപിച്ചവർ പോണ്ടവർ എന്ത് ചെയ്തു? പിൽക്കാലത്ത് ഏകദേശം 100-150 വർഷത്തിനപ്പുറത്ത് 100 വർഷത്തിനപ്പുറത്ത് അവർ അത് പറഞ്ഞുണ്ടാക്കി. പൂർണ്ണമായത് എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചത് വിശുദ്ധ വേദപുസ്തകമാണെന്ന്. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഇല്ല. കൊരിന്ത്യ സഭക്കാർക്ക് വേദപുസ്തകത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ആ പൂർണ്ണമായത് എന്ത് എന്നെഴുതിയത് പൗലോസ് അപ്പോസ്തലർക്ക് പ്രത്യേകമായിട്ട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിശുദ്ധ വേദപുസ്തകമല്ല. വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വേദഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം ലേഖനം
അതിൻ്റെ 3-ാം അധ്യായം. നിങ്ങൾക്ക് വേദപുസ്തകം തുറക്കാവുന്ന ആ ഭാഗം വായിക്കാം. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണ്. നമുക്കത് ഒരുമിച്ച് വായിക്കാം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല പ്രവൃത്തി ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും ആകുന്നു. അതുകൊണ്ട് അധ്യക്ഷൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുടെ ഭർത്താവും സമചിത്തനും സുബോധശീലനും ആദരണീയനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപാനിയും കലഹക്കാരനും അരുത്. എന്നാൽ ശാന്തനും സമാധാനകാംക്ഷിയും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി നിയന്ത്രിക്കുന്നവനും മക്കൾ പൂർണ്ണ ബഹുമാനത്തോടെ അനുസരിക്കുന്നവരുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഇവിടെ നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന കത്തെഴുത്ത് ശൈലി നമുക്കിവിടെ മനസ്സിലാക്കാം. ഇതാരെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? ഇത് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ, ഒരാള് സഭയിൽ അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കൊരാഗ്രഹമുണ്ടായാൽ ആ ആൾക്ക് ഏറ്റവും കുറഞ്ഞത് എന്തെല്ലാം യോഗ്യത വേണമെന്ന് എഴുതി അറിയിക്കുക സഭയെ. അല്ലെങ്കിൽ തിമോത്തിയോസിന് എഴുതി അറിയിക്കുക. അന്ന് സഭയുടെ അധ്യക്ഷൻ, ആ ഭാഗത്ത് സഭയുടെ അധ്യക്ഷൻ തിമോത്തിയോസാണ്. അപ്പോൾ അദ്ദേഹത്തെ എഴുതി അറിയിക്കുകയാണ്, ഒരാൾ സഭയിൽ എനിക്ക് അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ വ്യക്തിയെ എങ്ങനെയാണ് ഒരു തോത് വെച്ച് അളക്കുന്നത്, ആ തോതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് യാതൊരു വിധത്തിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഇതിനെയാണ് കത്തെഴുത്ത് ശൈലി എന്ന ആ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി വെളിപ്പാട് പുസ്തകത്തിലേക്ക്, വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 60-70% കത്തെഴുത്ത് ശൈലിയാണ്. നമുക്ക് അതുപോലെ മനസ്സിലാകും വായിച്ചാൽ. ആരുടെയും അടുത്ത് പോയിട്ട് ഇതൊന്ന് വിശദീകരിച്ച് തന്നേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ആ രീതി. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ വായിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിന്റെ അധികാരം, ഇതിന്റെ ഉറവിടം യേശു ക്രിസ്തു ആണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ യേശു ക്രിസ്തുവിന് ഈ വെളിപ്പാട് കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. ഇനി എന്തിനാ കൊടുത്തിരിക്കുന്നത്? തൻ്റെ ദാസന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ ഈ വേഗത്തിൽ നടക്കുവാനുള്ള കാര്യമാണ്. ഇത് അറിയിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിന് ദൈവം വെളിപ്പാട് കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വായിച്ച് മനസ്സിലാക്കുവാനുള്ളതേ ഉള്ളൂ. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനായ യോഹന്നാനെ കാണിച്ചു. ഇവിടെ വ്യക്തമായി പറയുക, യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ, ദാസനായ, സെർവന്റ് ആയ യോഹന്നാൻ അപ്പോസ്തലനെ യേശു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഈ വെളിപ്പാട് ദർശിപ്പിക്കുക, കാണിക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ദർശനത്തിന്റെ പുസ്തകമാണ്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 1 മുതൽ 3 വരെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിക്കുന്നവനും അവയെ കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മൾ ആധാരവാക്യമായി എടുത്ത ഒരു വാക്യമാണ്. അപ്പോൾ ഇത് ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആർക്കും വായിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഇതിനെയാണ് കത്ത് എഴുത്ത് ശൈലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേഗത്തിൽ, ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു 3-4 ഉദാഹരണങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തിയും കഠിനാധ്വാനവും സഹനവും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിക്കുവാൻ കഴിയാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരിശോധിച്ച് കള്ളന്മാർ എന്ന് കണ്ടെത്തിയതും അറിയുന്നു. കൂടാതെ നിന്റെ സഹനശക്തിയും എൻ്റെ നാമനിമിത്തം നീ അധ്വാനിച്ചതും ക്ഷീണിച്ചു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം എനിക്ക് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഇത് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ഒരു കത്താണ്. ഇതിലെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള വെളിപ്പാടുകളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളോ ഒന്നുമില്ല, ദർശനങ്ങളൊന്നുമില്ല. ഇത് ഒരു സാധാരണ സംസാര ശൈലിയിൽ എഴുതിയിരിക്കുകയാണ്. ഇത് വായിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ് കത്ത് എഴുത്ത് ശൈലി, എപ്പിസ്റ്റലറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മുൻപോട്ട് വരുമ്പോൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-ന്റെ 11 മുതൽ, ഞാൻ
പിന്നെ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. ഇതൊരു ദർശനം എഴുതുകയാണ്. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയ്ക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോമുകുളത്തിൽ അത് വരും. ഈ എഴുതിയത് വായിക്കുമ്പോൾ അതുപോലെ വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവയ്ക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. വലിയവരും ചെറിയവരുമായ മരിച്ചവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവർ ചെയ്ത പ്രവൃത്തികളുടെ ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എഴുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തലൻ കണ്ടത് അതുപോലെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. അത് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പവുമാണ്. ഈ ഭാഗം എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ എപ്പിസ്റ്റലറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജില്ല. ഒരു കത്തെഴുതുന്ന ആ രീതി, അല്ലെ ചരിത്രം എഴുതുന്ന രീതി, അല്ലെ കണ്ട കാര്യങ്ങൾ അതുപോലെ എഴുതുന്നതായ രീതി, അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ ഒരു ഭാഗം കൂടെ കാണിക്കാം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 22:18 മുതലുള്ള വാക്യങ്ങൾ. ഈ പുസ്തകത്തിലെ പ്രവചനത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത്, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിലെയും വിശുദ്ധ നഗരത്തിലെയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറ്റെല്ലാത്തിലും അവനുള്ള ഓഹരി ദൈവം നീക്കിക്കളയും. എന്നിട്ട് അവസാനത്തെ വാക്യങ്ങളാണ്. അപ്പോൾ ഓർത്ത് നോക്കിയേ, ഇത് നമുക്ക് ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് എപ്പിസ്റ്റലറി സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ കത്തെഴുത്ത് രീതി, സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, ഇത് ഒരു തരത്തിലുള്ള ഭാഷാ ശൈലിയാണ്. അപ്പോൾ ഈ ഭാഷാ ശൈലിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തക ഭാഗങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗങ്ങൾ നമുക്ക് യാതൊരു വിധത്തിലും ആരും വിവരിച്ചു തരേണ്ട ആവശ്യമില്ല, വിശദീകരണം ആവശ്യമില്ല, വ്യാഖ്യാനം ആവശ്യമില്ല. അത് വായിച്ച് അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം എൻ്റെ പഠനത്തിൽ ഒരു 20-25% ഈ കത്തെഴുത്ത് ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്ത ഒരു ഭാഷാ ശൈലിയിലേക്ക് ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. നമുക്ക് കാരണം ഈ ഭാഷാശൈലി എന്ന് ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത്. പ്രവാചക ഭാഷാശൈലി, പ്രോഫറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. പ്രവാചകന്മാർ നമ്മളുടെ കൂട്ട് സാധാരണ മനുഷ്യരാകട്ടോ, പക്ഷെ അവർ ദൈവാത്മാവിൻ്റെ ആ പ്രേരണയിലായിരിക്കുമ്പോഴാണ് അവർ വേറൊരു വ്യക്തിത്വം ആയിത്തീരുന്നത്, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരായിത്തീരുന്നത്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ എന്ത് ചെയ്യും? അവർ ആ ദൈവാത്മ പ്രേരണയിലാകുമ്പോൾ അവിടെ ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകും, അവർക്ക് ശൈലിക്ക് മാറ്റം ഉണ്ടാകും. ഇത് നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരിക്കുന്നവർക്ക് പ്രത്യേകം അറിയാം. നമ്മുടെ സഭകളിൽ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവദാസന്മാർ, പ്രവചന ശുശ്രൂഷ ദൈവദാസന്മാർ കടന്നു വരും. അവർ ദൈവവചനം സാധാരണ വളരെ ലളിതമായി ശുശ്രൂഷിച്ച് വരുമ്പോൾ അവർ ദൈവാത്മാവ് അവരോട് ഇടപെടുന്ന കാര്യങ്ങൾ അവർ പറയുവാൻ ആരംഭിക്കും. അപ്പോൾ അവരുടെ ഭാഷാ ശൈലി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല, അവർ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതല്ലെങ്കിൽ ആ പ്രാർത്ഥനാ യോഗം കഴിഞ്ഞിട്ട് ആ ദേവദാസനെ പോയി കാണുമെങ്കിൽ അദ്ദേഹം അത് വിശദീകരിച്ചു തരും നമുക്ക്. അപ്പോൾ ഇതാണ് പ്രോഫറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എന്നൊരു സ്റ്റൈല് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. ഇനിയും വിശുദ്ധ വേദപുസ്തകം നമുക്കറിയാം പ്രവചനങ്ങളാൽ നിറയപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ഈ ഒരു ഭാഷാശൈലി നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനിയും പ്രവചനമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഭാവി പറച്ചിലാണ് പ്രവചനം. അല്ല, ഞാൻ പ്രവചനത്തെക്കുറിച്ചൊരു ക്ലാസ് ഈയിടെയും ഒരു യൂട്യൂബ് ചാനൽ എടുത്തപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഗ്രീക്ക് ഭാഷയിലും മലയാള ഭാഷയിലും പ്രവചനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വരുവാനുള്ള കാര്യങ്ങൾ, സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറയുക. പ്രവചനം, എന്ന് പറഞ്ഞാൽ തന്നെ വരുവാനുള്ളതെന്ന അർത്ഥം, അല്ലെങ്കിൽ മുൻപിലുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ മൂലഭാഷയായ ഹെബ്രായ ഭാഷയിലേക്ക് പോകുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. അവിടെ നബയ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എന്താ പറയുന്നത് നറ്റാഫ് എന്ന് പറയും, അല്ലെങ്കിൽ റാ എന്ന് പറയും. അങ്ങനെ ഏകദേശം 3 വ്യത്യസ്ത റൂട്ട് പദങ്ങളിലൂടെയാണ് പ്രവചനം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അതെന്തൊക്കെയാണ്? അതിൽ ഭൂതമുണ്ട്,
വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. ഇത് മൂന്നുമുണ്ട്. ഇത് മൂന്നും ചേർന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനം. ഞാൻ അതിൽ പറയുകയുണ്ടായി, നബയ എന്താണ്? ദൈവാത്മാവിൽ പ്രേരിതനായി സംസാരിക്കുന്നതിനാണ് നബയ എന്ന് പറയുന്നത്. എന്താണ് നറ്റാഫ്? ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊങ്ങുന്നത് നമ്മുടെ വായിലൂടെ പ്രസ്താവിക്കുന്നു, അത് നമ്മൾ കുടഞ്ഞിടുകയാണ്. നറ്റാഫ് എന്ന് പറഞ്ഞാൽ പൊഴിക്കുക എന്നാണ്. എന്താണ് റാ എന്ന് പറഞ്ഞാൽ കാണുക, ദർശനം, നേരിട്ട് കാണുക. അപ്പോൾ ഈ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രവചന ഭാഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മൂന്നും ചേർന്നതാണ് പ്രവചന ഭാഷ എന്ന് പറയുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലാതെ വരുവാനുള്ള കാര്യം മാത്രമല്ല അതിലുള്ളത്, ചരിത്രവുമുണ്ട് കേട്ടോ. പ്രവചനത്തിൽ എപ്പോഴും ചരിത്രവുമുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രവചനം എന്ന് പറയാം. കാരണം നമുക്കറിയാമല്ലോ, ആദാമിനെ കർത്താവ് സൃഷ്ടിച്ചത് ഈ ഭൂമിയെ അടക്കി ഭരിക്കുവാൻ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുവാനാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ആദാമിനെ കർത്താവ് സൃഷ്ടിച്ചത് പ്രവാചകനായിട്ടാണ്. ഈ പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അധരമാണ് കേട്ടോ, ദൈവത്തിന്റെ വായാണ്. ദൈവം ഭൂമിയോട് സംസാരിക്കേണ്ടത്, ദൈവം ഈ സൃഷ്ടികളോട് സംസാരിക്കേണ്ടത്, ദൈവം മനുഷ്യരോട് സംസാരിക്കേണ്ടത്, ദൈവത്തിന്റെ പകരക്കാരനായി നിന്ന് സംസാരിക്കുന്നവരാണ് പ്രവാചകൻ. അപ്പോൾ ആദാമിനെ അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപം ചെയ്ത് മരിച്ചവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ദൈവതേജസ് നഷ്ടപ്പെട്ടവനായി തലയും കുറിച്ച് നിൽക്കുന്ന ഒരു ആദാമിനെ കാണുന്നത്. അവിടെ ദൈവം നേരിട്ട് പ്രവചിക്കുകയാണ്. കാരണം ഇനിയും ആദാമിനെ പ്രവാചകനെ ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ അവിടെ ദൈവം നേരിട്ട് പ്രവചിക്കുന്നതായ വളരെ നമ്മൾക്ക് ഏറ്റവും പ്രത്യാശ തരുന്ന പ്രവചനം 3-ാം അധ്യായം 15. ഞാൻ ഇത് പിശാചിന് ശിക്ഷ കൊടുത്തിട്ട് പിശാചിനോട് പ്രവചിക്കുക കേട്ടോ. ആ പ്രവചനം പിശാചിനോട് മാത്രമല്ല, നമ്മോടുള്ള പ്രവചനമാണ്, നമുക്ക് ആശ്വാസം തരുന്ന പ്രവചനമാണ്. എന്താണ്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഇത് പ്രവചന ഭാഷയാണ്, പ്രോഫറ്റിക് ലാംഗ്വേജാണ്. നമ്മളിത് അതുപോലെ അങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. എന്ത് മനസ്സിലായി? ഞാൻ നിനക്കും എന്ന് വെച്ചാൽ ഞാൻ നിനക്കും, സർപ്പമേ, അല്ലെങ്കിൽ പഴയ പാമ്പേ, അല്ലെങ്കിൽ വ്യാളിയെ, പലതും പറയാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നഖാഷ് എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ നിനക്കും, ആ വ്യക്തിയോട് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും, ഇനി നിനക്ക് വരുവാനുള്ള സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല, അവൻ കേട്ടോ, അവിടെ സിംഗുലർ ആണ്, അവളുടെ സന്തതി എന്ന സിംഗുലർ എന്നാണ്. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മൾ ഈ വാക്യം വിശദീകരിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം സിംഗുലർ ആണ്. മനസ്സിലായോ? അപ്പോൾ അതിലൊരർത്ഥമുണ്ട്. ഇനിയും നമ്മളിത് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, പ്രവചന ഭാഷ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു പ്രവചനത്തിന്റെ അർത്ഥം വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേദപുസ്തകം മുഴുവനായി പഠിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രവചന ദൂത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഒരു ഭാഗം നമുക്ക് എവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ, സിംഗുലർ കേട്ടോ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, സിംഗുലർ, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, സിംഗുലർ, നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ സ്ത്രീയുടെ സന്തതി ആരെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം നേരിട്ട് പ്രവചിച്ചത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ എഴുതാനായിട്ട്. ഇനിയും കഴിഞ്ഞില്ല, അതിൽ തന്നെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഒരു പേജ് തിരിച്ചു മറിക്കുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് 16-ാം, ഓർത്തു നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 3:15, ഇവിടെ ഗലാത്യർ 3:16. ഇതൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം കേട്ടോ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല,
നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് പറയുന്നത് അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രാഹാമിനോടും പറയുന്നുണ്ട് നിന്റെ സന്തതി, നിന്റെ വാഗ്ദത്ത സന്തതി. നമ്മൾ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുമ്പോൾ ഇസ്ഹാക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ് ആ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആരായിരുന്നു? അത് യേശു ക്രിസ്തു ആയിരുന്നു. ഇനിയും ഈ യേശു ക്രിസ്തു ആരാണ്? 4-ാം അധ്യായത്തിൽ 4:4-5 പറയുന്നു അത് സ്ത്രീയുടെ സന്തതി ആയിരുന്നെന്ന്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 പ്രവചനം എന്ന് പറയുന്നു സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോൾ യേശു ക്രിസ്തുവാണ് പിശാചിന്റെ തല തകർക്കപ്പെടുവാനായി ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രവചനം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ അറിയാമല്ലോ, പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന പുസ്തകമാണ്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം ഏകദേശം നല്ലൊരു ശതമാനം എഴുതിയിരിക്കുന്നത് പ്രവചന ഭാഷയിലാണ്. നമ്മൾ ഈ പ്രവചന ഭാഷാ ശൈലി പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ഭംഗിയായിട്ട് ഇത് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പ്രവചന ശൈലി ഉപയോഗിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് സ്പർശിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഉദാഹരണത്തിന് ലവോദിക്യ സഭയുടെ ദൂതന് കർത്താവ് എഴുതാൻ പറയുക. ലവോദിക്യ സഭയുടെ ദൂതന് എന്നുവെച്ചാൽ ലവോദിക്യ സഭയുടെ പാസ്റ്ററൊക്കെ ഒരു എഴുത്തെഴുതാൻ പറയുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വല്ലതും മനസ്സിലായോ? ഇതൊരു പ്രവചന ഭാഷാ ശൈലിയാണ്. അപ്പോൾ അത് വിശദീകരിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ദേവദാസന്മാരെ അടുത്ത് നിന്നിരുന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ദൈവസന്നിധി നമുക്കിരിക്കാം കേട്ടോ. ദൈവസന്നിധിയിൽ ഇരുന്ന ദിവസങ്ങളോളം ധ്യാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന ഒരു പ്രയോഗം അത് പ്രോഫറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജാണ്. നേരിട്ട് പറയുകയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. കാരണം അതിനകത്ത് ഒത്തിരി കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ്? ഇന്നലെ വരെ പരസ്യയോഗത്തിന് പോയിരുന്ന സഭ ഇന്നു മുതൽ പരസ്യയോഗത്തിന് പോകുന്നില്ല. പരസ്യയോഗത്തിന് പോകുന്നവരെ വിലക്കുകയും ചെയ്യുന്നു. ഇത് ശീതവാനാണ്. കാരണം ഇന്നലെ വരെ ധാരാളം പരസ്യയോഗങ്ങൾ ചെയ്തു. സഭയ്ക്കകത്ത് ഒത്തിരി ആത്മാക്കൾ കടന്നു വന്നു. ഇപ്പോൾ ബിൽഡിംഗ് ചെറുതാണ്, അത് പുതുക്കി പണിയണമെങ്കിൽ ഒത്തിരി സാമ്പത്തികം വേണം. അതുകൊണ്ട് പരസ്യയോഗം നിർത്തി. സഭ ശീതത്തിലേക്ക് പോയി, ഉഷ്ണത്തിൽ നിന്ന് ശീതത്തിലേക്ക് പോയി. ഓർത്ത് നോക്കിയാൽ ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സഭയോട് പറയുക, ഇന്നത്തെ അവസ്ഥയാണ് കേട്ടോ, ഇന്നത്തെ സഭയുടെ അവസ്ഥ. പല സഭകളും സാമ്പത്തികമായൊക്കെ വളർന്ന് അനേക ഗൾഫിൽ നിന്നൊക്കെ റിട്ടേൺ അടിച്ച കുടുംബങ്ങളൊക്കെ ധാരാളം വന്ന് സഭയ്ക്കകത്ത് ചേർന്ന് ഇന്ന് ഒരു നല്ല ക്രീമി ലെയർ സഭയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ള സഭകൾ പരസ്യയോഗങ്ങളോ സുവിശേഷ യോഗങ്ങളോ നടത്തുകയില്ല. ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അവരെ തടയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് ഉള്ള ഒരു പ്രവചനമാണ് ഈ ശീതോഷ്ണവാൻ എന്നുള്ള പ്രവചനം. കാരണം സഭ ചെയ്യേണ്ടത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, കർത്താവിൻ്റെ വേലയാണ്. കർത്താവിൻ്റെ വേല എന്താണ്? തെരുവിൽ സുവിശേഷം അറിയിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട വേലയാണത്. പാപികളോട് സുവിശേഷം പ്രസംഗിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട വേല. ആ വേലയിൽ തണുത്തു പോയാൽ അവൻ തണുത്തവനാണ്, ശീതോഷ്ണവാനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതിയും ഡിസംബർ 25-ാം തീയതിയും PYPA അല്ലെങ്കിൽ യൂത്ത് കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് ഒരു വലിയ പരസ്യയോഗം നടത്തും. ഇത് ഇടയ്ക്കൊന്ന് ഉഷ്ണം വരുത്തുകയാണ്. മനസ്സിലായി? ഇങ്ങനെയുള്ളവരെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നെയൊക്കെ വായിന്ന് തുപ്പിക്കളയും. ഉമ്മിന് കളയുന്ന തുപ്പിക്കളയുകയാണ്. നിന്നെയൊക്കെ എൻ്റെ വായിന്ന് തുപ്പിക്കളയും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടോണം. അങ്ങനെയുള്ള സഭകളൊക്കെ മാനസാന്തരപ്പെട്ടോണം. ഈ വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യവും പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പരസ്യയോഗങ്ങൾ നടത്തുന്നവർ വളരെ സൂക്ഷിച്ചോണം കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ യാത്രയായിരുന്നു, മുഴുവൻ യാത്രയായിരുന്നു. അതുകൊണ്ട് ശരീരത്തിന് ഭയങ്കര ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഈ ഇടയ്ക്ക് ചുമയൊക്കെ വരുന്നത്. ദയവായി ക്ഷമിക്കുക. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞാണല്ലോ, നല്ല ക്രീമി ലെയറിനെ കിട്ടി. കുവൈറ്റ്, അബുദാബി, മസ്കറ്റ് അവിടെ നിന്നൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ആവശ്യത്തിന് ധനവുമായിട്ട് വന്നിരിക്കുന്ന നല്ല കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സഭകളുണ്ട്. അവരൊക്കെ ഞാൻ ധനവാനാണ്, എനിക്കിനി വേറെ ഒന്നും ആവശ്യമില്ല. ഇത് ഓർത്തു നോക്കണം.
ലവോദിക്ക സഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടല്ല കേട്ടോ ദൂത്. അവിടെ തെറ്റിദ്ധരിക്കും നമ്മൾ, ഒരു വ്യക്തിയോടല്ല. ചില പ്രവാചകന്മാരൊക്കെ വ്യക്തിയോട് പോയി ദൂത് പറഞ്ഞോളാം. ഈ ലവോദിക്ക സഭയോട് ഇതല്ല, ഇത് സഭയോടുള്ള ദൂതാണ്, ഒരു കൂട്ടായ്മയോടുള്ള ദൂതാണ്. ഞാനിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിനോടുള്ള ദൂതാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉള്ള ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പലിനോടുള്ള ദൂതാണ്, അല്ല എങ്കിൽ തിരുവല്ലയുള്ള ഷാരോൺ സഭയോടുള്ള ദൂതാണ്. സ്തോത്രം. അങ്ങനെ സഭകളോടുള്ള ദൂതാണ്, വ്യക്തിയോടുള്ള ദൂതല്ല. ഓർത്തു നോക്കുക കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. എന്താണ് തീയിൽ കഴിച്ച പൊന്ന്? സ്തോത്രം. അത് പല പല കാര്യത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, വിശുദ്ധ വചനം, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയാണ് തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം അത് തീയിൽ ഊതിക്കഴിച്ച പൊന്നാണ് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നമ്മളുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വെള്ളയുടുപ്പ് എന്ന് പറയുന്നത്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും. വല്ല മനസ്സിലായോ? ഇതാണ് പ്രവചന ഭാഷ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനത്തിലേക്ക് വരണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസ് പ്രാർത്ഥിക്കുക എഫേസ്യ സഭയ്ക്ക് വേണ്ടി, നിങ്ങൾ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. എന്തിനാ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? ദൈവത്തിന്റെ വല്ലഭത്വത്തെ കാണുവാനായിട്ട്. അപ്പോൾ ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യണം? ലേപനം ഉണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം, ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം, ആത്മീയ ജ്ഞാനങ്ങൾ തുറക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അത് ഇവിടെ നോക്കി എഴുതിയിരിക്കുന്നത്, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ, ലേപം വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എന്താ ഇതിന്റെ അർത്ഥം? പണം കൊടുത്ത് ദൈവത്തിൽ നിന്ന് വാങ്ങാമെന്നാണോ? അല്ല, ഇത് പ്രവചന ഭാഷയാണ്. എന്താണ് ഇവിടെ വിലയ്ക്ക് വാങ്ങുക പറയുന്നത്? നന്നായി വില കൊടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് സദാസമയവും ദൈവസ്ഥാനത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഹൃദയദൃഷ്ടി തുറക്കുകയുള്ളൂ. അങ്ങനെ ഹൃദയദൃഷ്ടി തുറന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തെ ദർശിക്കുവാൻ സാധിക്കൂ. അങ്ങനെ ദർശിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ലോക സുഖങ്ങൾ വെടിഞ്ഞിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇതാണ് കണ്ണിൽ എഴുതുവാൻ ലേപനം വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. വല്ലതും മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് പ്രവചന ഭാഷയെ നമ്മൾ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് പ്രവചന ഭാഷയിലാണ്. സഭകൾക്കുള്ള 7 സഭകൾക്കുമുള്ള കത്തുകൾ അല്ലെങ്കിൽ ദൂതുകൾ എഴുതിയിരിക്കുന്ന പ്രവചന ഭാഷയിലാണ്. അത് നമ്മൾ അതുപോലെ കാര്യം ഗ്രഹിച്ച് മനസ്സിലാക്കണം. നീ ഇനിയും എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അടുത്തത് കേട്ടോണേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ചില പുസ്തകത്തിൽ മുത്താഴം വന്ന. അപ്പോൾ ഇത് പ്രവചന ലാംഗ്വേജാണ്, പ്രോഫറ്റിക് ലാംഗ്വേജാണ്. കർത്താവ് വന്ന ഒരു കഥകയിൽ ഇങ്ങനെ മുട്ടിയിട്ട്, മോനെ കഥ തുറക്കടാ ഞാൻ അകത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വരുമോ? അപ്പോൾ ഇത് പ്രോഫറ്റിക് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വന്ന് വാസം ചെയ്ത് നമ്മോട് കൂടെ ഉണ്ണുവാൻ, നമ്മോട് കൂടെ ഉറങ്ങുവാൻ, നമ്മോട് കൂടെ വസിക്കുവാൻ. ഇത് സഭയോട് പറയുകയാണ് കേട്ടോ. സഭയുടെ അകത്തേക്ക് ഞാൻ ഇത് എൻ്റെ അനുഭവങ്ങളോടെ ചേർത്ത് പറയുകയാണ്. ഒരു അബുദാബിയിൽ ആയിരിക്കുമ്പോൾ ഒരു സഭയിൽ ഒരു ദിവസം പോകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കർത്താവ് നൽകിയ കൃപയാണ് എനിക്ക് ദർശനങ്ങൾ കാണുവാൻ. എന്നുവെച്ചാൽ ഈ ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങളെ കാണുവാൻ സാധിക്കും. അത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ച ഒരു കൃപയാണത്. ഒരു സഭയിൽ ചെന്നപ്പോൾ അതിന് കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കാണുന്നത് സഭയ്ക്ക് അകത്ത് ഭയങ്കര അന്ധകാരവും സഭയ്ക്ക് പുറത്ത് ഭയങ്കര വെളിച്ചവും. ദൈവാത്മാവ് സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നു, എന്നാൽ അകത്ത് അതിഭയങ്കരം ആരാധന കേട്ടോ. എന്ന് വെച്ചാൽ അവിടെയുള്ളവരെല്ലാവരും കൂടെ കൈയടിച്ച് നൃത്തം ചെയ്ത് നല്ല ജാസ് ഗിറ്റാർ എല്ലാം ഉണ്ട്. ആർഭാടമായിട്ട് ദൈവത്തെ ആരാധിക്കുക. അതും അതിലുള്ള ദൈവമക്കൾ, എനിക്കറിയാം അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുക. പക്ഷേ ദൈവമഹത്വം സഭയ്ക്ക് പുറത്താണ്, അകത്തില്ല. കാരണം അകത്ത് അശുദ്ധി ഉണ്ടായിരുന്നു. അത് ആർക്കും അറിയില്ലായിരുന്നു, ദൈവദാസന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ദൂത് വരുന്നത്. ഞാൻ പുറത്തു നിൽക്കുകയാണ്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, അകത്തേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അകത്ത് അശുദ്ധി ഉള്ളത് കൊണ്ട് എനിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് നന്നായി നിന്റെ അശുദ്ധിയെ മാറ്റിക്കൊള്ളുക.
എങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ ഉള്ളിലേക്ക്, നിന്റെ സഭയുടെ ഉള്ളിലേക്ക് വരുവാൻ സാധിക്കൂ. വളരെ ആഴമുള്ള ഒരു പ്രവചന ഭാഗമാണ് ലവോദീക്യ സഭയ്ക്ക് യോഹന്നാനെ കൊണ്ട് കർത്താവ് കത്തെഴുതിക്കുന്നത്. ആ ഭാഗം നമ്മൾ നിരന്തരം വായിക്കണം. വായിച്ച് നമ്മെ ദൈവസന്നിധിയിൽ അങ്ങോട്ട് സമർപ്പിക്കണം. നമ്മൾ സാഷ്ടാംഗം വീഴണം ദൈവസന്നിധിയിൽ. എൻ്റെ കർത്താവ് എന്നിൽ, പ്രത്യേക ദേവദാസന്മാർ കേട്ടോ, എൻ്റെ സഭയിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ, വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരണമേ. അതിനെതിരെ ജാഗരിക്കാൻ, അതിനെതിരെ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. സഭയുടെ ഉള്ളിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമേ. നമ്മൾ ദേവദാസന്മാർ സഭായോഗത്തിൽ പറയും, ഈ വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു കർത്താവ് സഭയുടെ മധ്യേ ആഗതനായിരിക്കുന്നു, സഭയുടെ മധ്യേ നടകൊള്ളുന്നു. വെറുതെയാ. മിക്ക സഭകളും അങ്ങനെ ഇല്ല. ഞാൻ ഈ പറഞ്ഞ സഭ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഞാൻ കേട്ടത്. പക്ഷേ അത് ഇല്ലായിരുന്നു. അത് പറഞ്ഞ ആൾക്കാരെ തുള്ളിച്ചത്, പക്ഷേ ഇല്ലായിരുന്നു. ആ സഭയ്ക്കകത്ത് വലിയ അശുദ്ധിയായിരുന്നു. സ്തോത്രം. ഓർത്ത് നോക്കിയേ, മറ്റാരുള്ള വേദപുസ്തകം പിടിച്ച് നിൽക്കുന്നവരായിരുന്നു, മുൻപിൽ നിൽക്കുന്നവരായിരുന്നു അശുദ്ധിയുടെ ആ ഉറവിടം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രവചന ദൂതുകൾ അത് കേൾക്കുന്നത് അതുപോലെ മനസ്സിലാക്കാതെ അതിൻ്റെ അന്തരാത്മാവിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അകത്തെ ദൂത് എന്താണ് എന്നോട് ദൈവം സംസാരിക്കുന്നത് എന്ന് ഗ്രഹിച്ചു വേണം നമ്മൾ ഈ പ്രവചന ദൂതുകൾ മനസ്സിലാക്കാൻ. വെളിപ്പാട് പുസ്തകത്തിൽ ഇതുപോലെ പ്രവചന ദൂതുകൾ ധാരാളമുണ്ട്. നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തകം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അടുത്തതായിട്ട് ഞാൻ വേഗത്തിൽ, ഇന്ന് സമയം തീരുന്നു, അടുത്ത ഭാഷ രീതിയിലേക്ക് വരട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. ഇന്നത്തെ നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ദയവ് ചെയ്ത് കമൻറ്റുകളായിട്ട് നിങ്ങൾ എഴുതിയായിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറും ഉണ്ട്, എനിക്ക് പേഴ്സണലി വാട്സപ്പ് അയക്കാൻ ഉള്ളവർക്ക് അതും ചെയ്യാം. അടുത്ത ഒരു ഭാഷയാണ് ആലങ്കാരിക ഭാഷ, ദ ഫിഗുറേറ്റീവ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ധാരാളം ഉണ്ട് കേട്ടോ, വെളിപ്പാട് പുസ്തകം നിറയുണ്ട്. നമ്മൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഇനി കാണുന്നത് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകട്ടി കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അതിൻ്റെ വിശദീകരണം പിന്നീട് തരുന്നുണ്ടല്ലോ. മുൻപോട്ട് വായിക്കുമ്പോൾ അവൻ്റെ തലയും, ഈ കാണുന്ന ആ ദൈവപുത്രനോട് സദൃശനായവൻ്റെ കേട്ടോ, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. അപ്പോൾ ആ തലയും തലമുടിയെക്കുറിച്ച് പറയുകയാണ്. എന്തിനാണ്? ഉപമിക്കുകയാണ്. എന്തിനോട് ഉപമിക്കുന്നത്? വെളുത്ത പഞ്ഞിയോടും നല്ല ഹിമം അഥവാ ഐസ് കട്ട, മഞ്ഞ് കട്ടയോടും ഉപമിക്കുക. നമ്മളൊരു മഞ്ഞുകട്ടയെ നോക്കുന്ന പോലെ, നല്ല വെള്ളപ്പഞ്ഞി നോക്കുന്നത് പോലെ ഇരുന്നു എൻ്റെ പിന്നിൽ ഞാൻ കണ്ടതായ ആ മനുഷ്യപുത്രനോട് സദൃശനായവൻ്റെ തലമുടി. അപ്പോൾ 2 കാര്യത്തെ അത് കാണിക്കുന്നുണ്ട്. ഒന്ന് തേജസ്സിനെ കാണിക്കുന്നുണ്ട്, 2 പ്രായം എന്ന് പറയാൻ മനുഷ്യൻ്റെ പ്രായമല്ല കേട്ടോ, പഴക്കത്തെ, യഥാർത്ഥ പഴക്കം. അപ്പോൾ ആദിയിൽ ഉള്ളവൻ തന്നെയാണ് എൻ്റെ പിന്നിൽ ഞാൻ കണ്ടത് എന്ന ഒരു അർത്ഥം കൂടി അതുണ്ട് കേട്ടോ. തല വെളുത്തിരിക്കുന്നത്, കണ്ണ് അഗ്നിജ്വാല കത്തുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് അഗ്നി കത്തുന്നത് പോലെ, തീ കത്തി എരിയുന്നത് പോലെ, നല്ല ഒന്നാരം ഉണങ്ങിയ മാവിൻ്റെ വിറക് തീയിലിട്ട് എങ്ങനെ അത് കത്തി എരിയുന്നത്, അതുപോലെ ഭയങ്കരമായ ശോഭയോടുകൂടി, വിശദീകരിക്കാനാവാത്ത ഒരു ശോഭയാണ് അവൻ്റെ കണ്ണുകളിൽ. അതാണ് അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകൾ. ഇത് ഉപമയാണ് കേട്ടോ, സാദൃശ്യം പറയുകയാണ്. കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനോട് സദൃശ്യം, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അപ്പോൾ ഈ ഭാഗം എന്ന് അതുപോലെ തന്നെ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ നാക്ക് നോക്കിയപ്പോൾ ഇരുവായത്തുള്ള മൂർച്ചയുള്ള വാള് പോലെ ഇരുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഇത് അപ്പോസ്തലൻ താൻ കണ്ട ആ രൂപത്തെ ഉപമിച്ചുകൊണ്ട് അലങ്കാര ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ് ഫിഗുറേറ്റീവ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അലങ്കാരം എന്ന് പറഞ്ഞാൽ ഉപമ, ഉൽപ്രേക്ഷ, നമുക്കറിയാവുന്ന അലങ്കാരങ്ങളാണ്. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം, ഇതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന അലങ്കാര ഭാഷകളാണ്.
അപ്പോൾ ആ രീതിയിലും വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം എഴുത്തുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒന്ന് രണ്ട് ഭാഷാ ശൈലിയുടെ ഉണ്ട്. ഞാനത് അടുത്ത ക്ലാസ്സിൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് വീണ്ടും ശനിയാഴ്ച വൈകിട്ട് പോലെ ഒരുമിച്ച് കൂടാം. അതിൽ അടുത്ത ഭാഷാ ശൈലിയും കൂടെ പറഞ്ഞ് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ, കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിവതും ശ്രമിക്കാം. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം ഞാനും പല ഓട്ടത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദൈവസന്നിധിയിൽ ഇതൊക്കെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത് നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തന്നെ സാധാരണ എല്ലാവരും പറയാണ്, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന അത്ര എളുപ്പമല്ല, പഠിക്കുന്ന എളുപ്പമല്ല നോക്കി. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ, അതൊരു പക്ഷേ എന്താ പറയുന്നത്, നമ്മുടെ അജ്ഞതയിൽ നിന്ന് വന്നതായിരിക്കാം ചിലരുടെ. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അപകടം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു, പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചിന്തയുള്ളവർ പ്രാർത്ഥിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ഞാൻ അതിനൊന്നും എതിർപ്പ് പറയുകയല്ല. നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് വീണ്ടും പടിപടിയായിട്ട് ഈ പുസ്തകങ്ങൾ പഠിച്ച് മുന്നേറുവാൻ നമുക്ക് ഇടവരട്ടെ. ദയവ് ചെയ്ത് ഈ ക്ലാസ് മുഴുവൻ നിങ്ങൾ പിന്നീട് കാണണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെ കുറവുണ്ടായിരുന്നു, എവിടെ കൂടുതലുണ്ടായിരുന്നു, ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ വരും ക്ലാസ്സുകളിൽ നിങ്ങളുടെ ആ അഭിപ്രായം അനുസരിച്ച് എന്നെ ക്രമീകരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.